മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ. ഇതെന്നെ കാപ്പിക്കാത്തൊരു എരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കുവോ അല്ലേ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. ഈ അച്ഛൻ അവരെ ഇരുത്തി വെറുപ്പിക്കാണല്ലോ. ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു രാഗവിസ്താരം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. താനോ? ഞാൻ കളരിയ. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 10-300 വരികയല്ലേ? അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന? എടാ ചെറുക്ക, ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടാ ഒന്ന് അടങ്ങ്. അമ്മായി ഇറങ്ങാം. ഇരിക്കേ, ഞാൻ പെട്ടിയെടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോത്തേ ഉള്ളൂ. അതെ പെണ്ണിതച്ചനോ? ഇരിക്കുന്നതേ പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണുണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല. മനസ്സിലായ പെണ്ണിതച്ചന്? അതായത് ശരിയാൻ പോകുന്നില്ല. എടീക്ക്, ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടി ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയാ പോരെ? എന്തു പറയുന്നു? അമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിയിട്ട് മതി ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അതെ പോരാ. കുഞ്ഞലിയോ, പെങ്കൊച്ചെങ്ങനെ ഉറപ്പിക്കാവോ? ആണോ? എന്താ എടുത്തി? എന്താ വല്ലാതിരിക്കുന്നേ? ഇഷ്ടമായില്ലേ? ഒരാവതുണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്. നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവുമല്ലോ എന്നും കരുതിയ. അല്ലമ്മായി, ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കെട്ടിയായിരുന്നല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും ഭ്രാന്തനായിരുന്നോ? ശരിക്കും ഭ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ. ചിരിച്ചോ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസ. എന്താടാ? അയ്യോ, ചായ കിട്ടിയില്ല. ഇപ്പൊ എടുക്കാം. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷേ കൊടുക്കണ്ട മോനെ? അഭിലാഷേ, വെറും 30 സെക്കൻഡ് അല്ലേ? കൊടുക്കണ്ട അഭിലാഷേ. കുളിക്കാൻ ചൂടുവെള്ളം. അഭിലാഷത്ത് കൊടുക്കുന്നേ. എവിടാ കൂട്ടി കേറിയോ? കേറി 3-4 പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച ഒരു ഭക്തിഗാന മേളയുണ്ടേ കൊളമാവിലോ? കൊളമാക്കല്ലേ, നല്ല ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു? ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു TV ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീഷ് എന്ന അവന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. ഇവിടെ പേരും സൈനും ഓക്കെ ആണോ? ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷ് അകത്ത് കൺസോളുണ്ട്.
സർ ആ സർ കണ്ടസ്റ്റന്റ് ആണോ? ആ, അതെ. കുട്ടി പാടാൻ വന്നാണോ? ആ പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഞാൻ ഈ സമയമുള്ളപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി. ഹലോ, ഇവിടെ നിന്ന് പഞ്ചാര അടിക്കാതെ അകത്തേക്ക് ഇല്ല. അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ആ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിൻ്റെ ഫ്രണ്ടാ. ഡോ ശരി. അടുത്ത ആള്. ഒരു minute. അനീഷേ സർ, ഇത് ഉയരെ അല്ല ഉയരെയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കേണ്ടത്. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കണേ. സോറി, പ്രതീഷ്. യെസ്, പ്രതീഷാണ്. ആ ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാ. ആ, ഒരു കൃഷ്ണനുണ്ണി. അതെ അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ. ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രദീപ് സർ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സാന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഈ ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വലായിട്ട് ഉരുളണ്ട. അപ്പോൾ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് തന്നെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ പടം റെഡി അല്ലേ? ആ അതെ അതെ. ദാ, അടുത്ത് തന്നെ വിളിക്കാം. അവിടെ. താങ്ക് യു സർ. എന്താടാ ദാമോദര ഇങ്ങനെ കിടന്ന് കക്കാന്നിട്ടിരിക്കാൻ? ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ. എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായത് ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടികളാ. രുക്കുവേടത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസാകാനുള്ള പച്ചക്കൊടി. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആവട്ടറാ, ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മെല്ലെ നടന്നു. ആ അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നേ. അങ്ങേരുടെ കൂടെ നടന്ന് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ. നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എന്റെ സമയം തെളിയാതിരുന്ന ഇപ്പോൾ സാറിന്റെ കുഴപ്പമായോ? എടുപിടിന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയല്ലോ, അത് ശരിയുമല്ല. പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ്സായതോളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാ എന്റെ അഭിപ്രായം. ഒരു ജോലിയുള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ ബെസ്റ്റ്. ഹലോ പ്രതീഷ്. ആയിടോ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റന്നാളാണ് തനിക്ക് ഷൂട്ട്. താൻ ഫ്രീ ആണല്ലോ അല്ലേ? ആ ഫ്രീ ആണ്. ആ പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഡ്യൂറ്റ് റൗണ്ടിലാണ്. ആ കൃഷ്ണനുണ്ണി ഇല്ലേ, പുള്ളിയാണ് തൻ്റെ ഒപ്പം ഡ്യൂറ്റ് പാടുന്നത്. പിന്നെ സിനിമാ പാട്ടല്ല, ഇപ്രാവശ്യം പുതിയ വരികൾ 2 പേരും കൂടി കമ്പോസ് ചെയ്തോണം പാടാൻ കേട്ടാ. അയ്യോ, ട്യൂൺ കമ്പോസ് ചെയ്യാനൊന്നും എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, 2 പേരും കൂടി ഫോണിലൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ തന്നെ വരികൾ അയച്ചു തരാം, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ഓക്കെ ശരി എന്നാ. കൃഷ്ണനുണ്ണി, തനിക്കൊരു പഴയ നടൻ മോഹൻകുമാറിനെ അറിയുമോ? മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് അയാൾക്ക് കുറെ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. തനിക്കൊരു 2 മാസം മോഹൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇന്നാളെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും. അല്ല, അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം. സാറേ, സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത്, അല്ലാതെ ഞാനിത്. തന്നോട് പറയാമല്ലോ, ഈ വണ്ടിയുടെ RC ബുക്ക് പോലും പണയത്തില്ല. 1-2 മാസമായിട്ട് തൻ്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല. അയ്യോ സാറേ, ഞാനതൊന്നും. ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് നടക്കും. അതിൽ കൃഷ്ണനുണ്ണിക്കൊരു പാട്ടുണ്ട്, പാട്ടുകളുണ്ട്. അതെന്റെ വാക്കാ. തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ. ആരാ? കൃഷ്ണനുണ്ണി. പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെൻ്റെ കൂടെ വന്നതല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക. സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കയറി. ഉണ്ണികൃഷ്ണ. കൃഷ്ണനുണ്ണി. അതെ, കൃഷ്ണനുണ്ണി. നമുക്ക് ഇവരിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. ഓ ശരി. കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തുവിടാം. ആയിക്കോട്ടെ. കുമാരിയമ്മേ, ആ താക്കോൽ എടുത്ത് കൊടുക്ക്.
എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ. പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ, ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് രണ്ട് കൈ നീട്ടടാ.